ആൻറ്റി ഇതെങ്ങോട്ടാ? ഞാനിന്ന് കുറച്ച് തേങ്ങ പെറുക്കാനുണ്ട്. കുറേ ജാതിക്കും തേങ്ങയൊക്കെ പെറുക്കാനുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ടല്ലോ. എല്ലാവരും കൂടി എല്ലാ പണിയും ചെയ്യുവാണെങ്കിൽ ഇന്നോർത്താ നാളെ തൊട്ട് അവരൊക്കെ പോകുകയല്ലേ. ഈ ജാതിച്ചോട്ടിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്, നല്ല തണുപ്പും അല്ലേ? ആ അത് കുറേ ജാതിക്ക് ഇതിൽ കിടപ്പുണ്ട്. ഞാൻ തേങ്ങ എടുക്കാനുള്ള ചാക്ക് മാത്രം ഇട്ടു. കഴിച്ച് തക്കാളി ചാക്കിലേക്ക് ഇടും. പത്രി പോയതല്ലേ, അത് അന്നൊന്ന് പെറുക്കിയാലേ പത്രിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഇത് കണ്ടോ, ഈ കപ്പ, വാഴ, ജേലമൊക്കെ നിൽക്കുന്ന ഈ പ്രദേശം, വാഴ മൊത്തം ഇതെല്ലാം നെല്ല് കണ്ടമായിരുന്നേ. ആ 2018 പ്രളയത്തിൽ ഇവിടെ ഇടിഞ്ഞിട്ട് ഈ കണ്ടത്തിലേക്ക് വന്ന് മണ്ണ് എല്ലാം കൂടി ഇങ്ങ് പോന്നു. ഞാൻ മല ഇടിഞ്ഞിങ്ങ് പോകുന്നത്. അങ്ങനെ ഈ കണ്ടമെല്ലാം ഇങ്ങനെ മണ്ണ് വീണ് കൃഷിയോഗ്യം അല്ലാണ്ടായി. കണ്ടോ, അല്ലെ നെൽപ്പാടമായിരുന്നു മൊത്തം. ഇതുണ്ടോ, നമ്മുടെ ഈ പറമ്പിൻ്റെ നടുക്കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഇത് ഈ പറമ്പ് ഒന്നായിട്ട് ഈ തോടില്ലാണ്ട് ഇങ്ങനെ കിടന്നതായിരുന്നു. ഈ തോടിന് റോഡിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന തോടാണ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടുത്തെ വല്യച്ഛൻ്റെയൊക്കെ കാലത്ത് ഇവർ അന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രയത്നമേ, അവർ ഈ മണ്ണ് വെട്ടി ഇതിൽ തോടുണ്ടാക്കിയതാണ്. തേങ്ങ ഇവിടെ ഒന്ന് മുളച്ചല്ലോ. സമയത്തൊക്കെ ഓരോന്നൊക്കെ കാണാണ്ട് കിടക്കുമ്പോഴേ ഇങ്ങനെ മുളയായി. പണിക്കാരും കൊണ്ട് ഒരു കടം എടുത്ത് കൊടുക്കാം. ചിലപ്പോൾ നന്നായി വരും, ചിലപ്പോൾ പോകും. ഇതേൽ 2 പേരയ്ക്ക കിടപ്പുണ്ട്. 2 കുറേ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. തോട്ടിക്കൊണ്ട് വന്നെങ്കിൽ പറിക്കാറുണ്ട്. കിളി കൊത്തിയതാണോ? കിളി കൊത്തിയത് കണ്ടത്തിലോട്ട് വീഴല്ല, സൈഡിൽ പോയി. കണ്ടത്തിലേക്ക് വീണാൽ അവിടെ കിടക്കും. പാട്ടമ്പറോട്ട് പഴുത്ത് കിടപ്പുണ്ടല്ലോ. അതുണ്ട്, ചെറുത് വെക്കും. ഒരു ഇലയിലതേ ചേമ്പല പറിച്ച് വെക്കാം. ഇതല്ലേ? ഞങ്ങള് വലിയ കാര്യത്തിന് പോകുന്നതാ. ബക്കറ്റൊന്നും എടുത്തില്ല, ചാക്ക് മാത്രം തേങ്ങ ഇടാൻ എടുത്തോണ്ട് പോകുന്നു. എത്തുമോ? ഇനി പഴുത്തിട്ട് പറിക്കാം. ഓക്കെ, ഇത് പോരെ, ഇത് മതി. ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. ഇതേ ആൻറ്റി ഒരു മുളച്ച തേങ്ങ. അതെ, അത് മഴ വെള്ളം കുടിച്ച് മുളച്ചത്. അത് പൊടിക്കുമ്പം പൊങ്ങുകയാണ്. ഇതും മുളച്ച കുളത്തിൽ തേങ്ങ ചാടി കിടപ്പുണ്ടോ നോക്കട്ടെ. ഈ കാട്ടിലൊരു കുളമുണ്ട്. ആ അതെ, മഴയായപ്പോൾ കാടായതാട്ടോ. കഴിഞ്ഞ വർഷം ഇട്ടതാ. ഇപ്പം വേനലായപ്പോൾ ആമ്പലൊക്കെ പോയെന്ന് ഓർത്തു. ഇത് പിടിച്ചിട്ടുണ്ടല്ലേ? നല്ല മുഴുത്തല്ലേ? പൂവില്ലല്ലേ? പൂവുണ്ടാകുന്നുള്ളൂ. കുറേ തൈകളുണ്ട്. ഇതെല്ലാം തൈക. സൈഡിൽ അങ്ങോട്ട് പൂർന്ന് പോന്നേക്കരുത്. നമ്മുടെ കിണറാ അത്. ഇതാട്ടോ നമ്മുടെ കിണർ. കുറേ കരികൾ വീണ് കിടക്കുന്നത്. കാന്താരി ചമ്മന്തി ആയിരിക്കണം. കാന്താരി, ഉള്ളി, ഉപ്പും കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കപ്പ ചെണ്ടം വേവിച്ച് കഴിക്കണം. സൂപ്പറായിരിക്കും. അത് പറിക്കേ, എത്തുമോ? പയ്യെ കമ്പ് വിടണേ, അല്ലെ മുഖത്തോട്ട് അടിക്കും.